എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 13 വരെ പുതിയ അപേക്ഷ, അതായത് ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷയും, അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷനിലും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളിലും, അതായത് ഓപ്ഷൻ കൂട്ടിച്ചേർക്കൽ, ഒഴിവാക്കൽ, ആഡ് ചെയ്യൽ, അതുപോലെ തന്നെ അതിൻ്റെ റീഅറേഞ്ച് ചെയ്യൽ എന്നിങ്ങനെയൊക്കെയുള്ള തിരുത്തലുകളും നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 13 വരെ ആഡ് ചെയ്യാനായിട്ട്, അത് ജൂൺ 13 വരെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പേര്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, പരീക്ഷാ ബോർഡ്, രജിസ്റ്റർ നമ്പർ, സംവരണ വിഭാഗം എന്നിവ ഒഴികെയുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുക. ഓൺലൈനിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഫീസ് അടച്ച ശേഷം അപേക്ഷ നൽകാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കും ജൂൺ 13 വരെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിൽ അപേക്ഷിച്ചവർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിനും കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ എന്നുള്ള ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് കമ്മ്യൂണിറ്റി കോട്ട ലോഗിൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് VHSE NSQF ബോർഡുകളിൽ നിന്നുള്ളവർ ഫസ്റ്റ് ലാംഗ്വേജ് 3 കോർ വിഷയങ്ങൾ, അഡീഷണൽ മാത്തമാറ്റിക്സ് എന്നിവ മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. വൊക്കേഷണൽ വിഷയങ്ങളും എൻ്റർപ്രണർഷിപ്പ് എന്ന വിഷയവും എൻ്റർ ചെയ്യാൻ പാടുള്ളതല്ല. സ്പോർട്സ് കൾച്ചറൽ PD കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള സ്പോർട്സ് കൾച്ചറൽ PD കോട്ടകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അന്തിമ റാങ്ക് ലിസ്റ്റ് ജൂൺ 13 പ്രസിദ്ധീകരിക്കും. അന്തിമ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ പ്രവേശന സാധ്യത പരിശോധിച്ച് ജൂൺ 14 മുമ്പ് അതത് കോളേജിൽ പ്രവേശനം നേടണം. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ, അതായത് അക്കാദമിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും തിരുത്താവുന്നതാണ്. എല്ലാം തിരുത്തി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികൾക്കും പിന്നീട് കൺഫേം ചെയ്ത ശേഷമായിരിക്കും വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ അപേക്ഷയിൽ ഇനിയും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ള കാര്യം കുറച്ച് സമയം ചിന്തിച്ച ശേഷം മാത്രം ബാക്കി ചെയ്താൽ മതി. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കൺഫേം ചെയ്ത ശേഷമായിരിക്കും പിന്നീട് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീസ് നൽകേണ്ടതായിട്ട് വരും. പക്ഷേങ്കിൽ ഇതിൽ ഫീസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് ഫീസ് വേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം ചില യൂണിവേഴ്സിറ്റി ഫീസ് ഈടാക്കാറുണ്ട്, ചില യൂണിവേഴ്സിറ്റി എഡിറ്റ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കാറില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരിശോധിച്ച് ഇനിയൊരു മാറ്റവും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയ ശേഷം, എല്ലാ എഡിറ്റും ചെയ്തെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ബട്ടൺ ഉണ്ടാകും, അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവസാനം ഫൈനൽ സബ്മിഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഈ ഒരു ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ ലോഗൗട്ട് ചെയ്യും മുമ്പ് നിങ്ങളുടെ ഈ ഒരു, അതായത് മോഡിഫിക്കേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഈ ഒരു കാര്യം, അതായത് ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.